അങ്ങനെ ഇനിയാണ് കഥ മെയിൻ ട്രാക്കിലേക്ക് വരുന്നത്. നിളമോൾ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. നിളമോളുടെ ഈ ഒരു അവസ്ഥയാണ് അവസാനം കാവേരിയുടെയും നരേന്റെയും വിവാഹത്തിൽ പോയി അവസാനിക്കാൻ പോകുന്നത്. അപ്പോൾ ബോറടിപ്പിക്കലുകളൊക്കെ നിർത്തി കഥ മെയിനായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ പോവാണെന്ന് തോന്നുന്നു. അതിനായിരിക്കും ഇപ്പോൾ നിളമോളെ ഇത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കിയിരിക്കുന്നത്. ഇനിയിപ്പോൾ പതുക്കെ നരേൻ കഥയിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതിനൊക്കെ മുമ്പ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ബോറടിപ്പിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യമുനയുടെയും നിവിൻ്റെയും കഥ. അത് കാണാൻ തന്നെ ആർക്കും ഇഷ്ടമില്ല എന്ന് തോന്നുന്നു. ഈ ഒരു ട്രാക്ക് ഒട്ടും ആവശ്യമില്ലാത്ത ട്രാക്കായിരുന്നു. യമുനയെ ഇത്രയും നെഗറ്റീവ് ആക്കണ്ടായിരുന്നു, ഇത്രയ്ക്ക് ബോറടിപ്പിക്കണ്ടായിരുന്നു എന്നൊക്കെ പല അഭിപ്രായങ്ങളും ഉണ്ട്. ഇതിലും ആലോചിക്കുമ്പോൾ തന്നെ ഏറ്റവും ദേഷ്യം വരുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ യമുനയും നിവിനും തന്നെയാണ് പെയറാവാൻ പോകുന്നത്, ഇവർ തന്നെയാണ് ഭാവിയിൽ ഒന്നിക്കാൻ പോകുന്നത് എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് പിന്നെയും ദേഷ്യം വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, ഇവർ തമ്മിൽ പെയറായിക്കോട്ടെ, പക്ഷേ ഈ ഒരു ട്രാക്ക് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു. ഇതിപ്പോൾ കാവേരിയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം നിവിൻ്റെയും കാവേരിയുടെയും കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായതിനു ശേഷം ഈ യമുന നിവിൻ്റെ ലൈഫിലേക്ക് വരുന്നതും ഈ യമുനയുടെ ഈ ഒരു ട്രാക്ക് കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പോൾ തൽക്കാലം യമുന ലവ് ഫെയിലിയർ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ പ്രേമമൊക്കെ പൊളിഞ്ഞ് ആകെ ഡിപ്രഷനായി, ആകെ സങ്കടമായി. അങ്ങനെ സങ്കടത്തിൽ ആ ഒരു ക്യാരക്ടർ ഇപ്പോൾ തൽക്കാലം ഒരു ഭാഗത്ത് ഇരുന്നോട്ടെ. ഇപ്പോൾ നിവിൻ്റെയും രാഗിണിയുടെയും കല്യാണമാണ് ഇങ്ങനെ ഒരു പാരയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടയിൽ കാവേരിയും ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി ഉണ്ട്, നിവിൻ, രാഗിണി, കാവേരി, അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ യമുന എന്നുള്ളത് ഒട്ടും ആവശ്യമില്ലാത്തൊരു കഥയായി പോയി. ഇപ്പോൾ ഈ യമുന എന്നുള്ള ക്യാരക്ടറെ തൽക്കാലം അവിടെ മാറ്റി വെച്ചിട്ട് നിവിനും രാഗിണിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുമ്പോൾ നിവിൻ എങ്ങനെയെങ്കിലും ആ കല്യാണം മുടക്കുന്നതും, അങ്ങനെ അവസാനം നിവിൻ കാവേരിയോട് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോൾ കാവേരി തിരിച്ച് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അങ്ങനെ നിവിൻ കാവേരിയെ മനസ്സ് മാറ്റാൻ ട്രൈ ചെയ്യുന്നു, ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. അവസാനം എങ്ങനെയൊക്കെയോ കാവേരിക്ക് നിവിനോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്ന ആ സമയത്ത് സാഹചര്യം പെട്ടെന്ന് മാറുന്നു. ആ ഒരു സാഹചര്യം കൊണ്ട് നരേനെ കാവേരിക്ക് വിവാഹം കഴിക്കേണ്ടതായിട്ട് വരുന്നു. അതോടുകൂടി കാവേരിയുടെ വിവാഹം നടക്കുന്നതോടുകൂടി നിവിൻ തകരുന്നു, നിവിൻ ആകെ മോശാവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ വീണ്ടും നിവിൻ്റെ ലൈഫിലേക്ക് രാഗിണി കയറി വരുന്നു. രാഗിണിയെ എങ്ങനെ ഒഴിവാക്കേണ്ടതെന്ന് അറിയില്ല. ആകെ മൊത്തത്തിൽ നിവിൻ വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുമ്പോൾ അപ്പോൾ നിവിന് ചെറിയൊരു ആശ്വാസമായിട്ട് ഈ യമുന കയറി വരുന്നു. അപ്പോൾ അപ്പോഴേക്കും എന്താന്ന് വെച്ചാൽ കുറേ എപ്പിസോഡ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ വിശാലിൻ്റെ കാര്യമൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളായിട്ടുണ്ടാവും. അപ്പോൾ യമുന ഡിപ്രഷനിൽ നിന്നൊക്കെ പതുക്കെ മാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനുശേഷം നിവിനോട് യമുനയ്ക്ക് ഒരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമുക്ക് ഇതെന്താ ഇങ്ങനെയെന്ന് തോന്നില്ലായിരുന്നു, യമുനയോട് ഒരു ദേഷ്യം തോന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. പോരാതെ കാവേരി അപ്പോഴേക്കും നരേനെ വിവാഹം കഴിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ അവരുടെ കഥ ഒരു സൈഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി എന്തായാലും നിവിൻ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല, നിവിൻ എന്തായാലും സിംഗിളായി. അപ്പോൾ ആ സമയത്ത് രാഗിണിയെ ഒഴിവാക്കാനായിട്ടും നിവിന് ഒരു ആശ്വാസം കൊടുക്കാനും എല്ലാത്തിനും വേണ്ടി ഈ യമുന നിവിൻ്റെ ലൈഫിലേക്ക് വരുന്നു. പതുക്കെ പതുക്കെ അവർ തമ്മിൽ അടുപ്പത്തിലാവുന്നു. അങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഒരുവിധം ആ ട്രാക്ക് ഒരുവിധം ബോറടിക്കാതെ പോകും തോന്നുന്നു. ഇതിപ്പോൾ വിശാലിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് ഒരു എപ്പിസോഡ് പോലും കഴിഞ്ഞില്ല, അപ്പോഴേക്കും അടുത്ത എപ്പിസോഡിൽ ഇപ്പോൾ നിവിനോട് യമുനയ്ക്ക് ഇഷ്ടം തോന്നുന്നു. നിവിനാണെങ്കിൽ ഒരാവശ്യമില്ലാതെ പതിവില്ലാത്ത ഹെൽപ്പുകളൊക്കെ യമുനയ്ക്ക് ചെയ്തു കൊടുക്കുന്നു, യമുനയെ ഫോളോ ചെയ്ത് പോകുന്നു. യമുന എവിടെ നോക്കിയാലും അവിടെ നിവിനുണ്ട്. ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. നേരത്തെ തന്നെ നിവിന് ഹാൻഡിൽ ചെയ്യാൻ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് കാവേരിയോട് ഇഷ്ടം പറഞ്ഞിട്ടില്ല, പിന്നെ മറ്റൊരു ഭാഗത്ത് രാഗിണിയുമായിട്ടുള്ള വിവാഹം നിശ്ചയിച്ചു. അങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയിൽ ഈ യമുന വേണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ധാരാളം തെറ്റിദ്ധാരണകൾ, എവിടെ നോക്കിയാലും തെറ്റിദ്ധാരണകളാണ് ഇപ്പോൾ ഈ കഥയിൽ. മൊത്തത്തിൽ ഒരു വട്ടുപിടിച്ച കഥ പോലെ ആയി. എന്താണെന്ന് വെച്ചാൽ ആദ്യം യമുന നിവിനെ തെറ്റിദ്ധരിക്കുന്നു, യമുനയാണ് സ്നേഹിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കുന്നു. നിവിൻ കാവേരിയെ തെറ്റിദ്ധരിക്കുന്നു. ഞാൻ കാവേരിക്ക് ഒരു സാരി ഗിഫ്റ്റ് കൊടുത്തു, കാവേരി അത് ഇഷ്ടപ്പെടാതെ ആ സാരി യമുനയ്ക്ക് കൊടുത്തു, കാവേരിക്ക് എന്നെ ഇഷ്ടമല്ല എന്ന് നിവിൻ്റെ തെറ്റിദ്ധാരണ. കൂടെ തന്നെ കാവേരിക്ക് ഇപ്പോൾ മറ്റൊരു തെറ്റിദ്ധാരണ. ആദ്യമൊക്കെ നിവിന് കാവേരി ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം കാവേരിക്ക് അറിയാം. ഇപ്പോൾ പക്ഷേ ആ ഇഷ്ടമില്ല, ഇപ്പോൾ നിവിന് യമുനയോടാണ് ഇഷ്ടം എന്ന് കാവേരി തെറ്റിദ്ധരിച്ചിരിക്കുന്നു. കൂടെ ഈ നിവിൻ്റെ ബൈക്കിൽ രാഗിണി കയറിയിരുന്ന് കെട്ടിപ്പിടിച്ച് പോകുന്നത് നമ്മുടെ ഗംഗ കണ്ടതോടുകൂടി ഗംഗയ്ക്ക് വിനീതിനെ കുറിച്ചൊരു തെറ്റിദ്ധാരണ. വിനീതിന് കാവേരിയെ മാത്രം പോരാ, എല്ലാ പെണ്ണുങ്ങളെയും വേണം, എല്ലാ പെണ്ണുങ്ങളുടെയും പിന്നാലെ നടക്കുന്ന ഒരു ബോറനാണ് നിവിൻ എന്നാണ് ഗംഗ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാത്തിൻ്റെ ഇടയിൽ ഒരാവശ്യമില്ലാതെ വിനീതേട്ടന് വേറൊരു തെറ്റിദ്ധാരണ, അനാവശ്യ സീനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് വിനീതേട്ടൻ ഇന്നത്തെ എപ്പിസോഡിൽ. ഇപ്പം നിവിൻ ആകെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. ഒരു ഭാഗത്ത് കല്യാണം നിശ്ചയിക്കുന്നു, വീട്ടുകാർ എന്ത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. രാഗിണി ഒരു ഭാഗത്ത് പിന്നാലെ കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കാവേരിയോട് പോയി ഇഷ്ടം പറയാന്ന് വെച്ചാൽ കാവേരിക്ക് ഇഷ്ടമാണോ അല്ലേന്നൊന്നും അറിയില്ല. കൂടെ ഈ രാഗിണിയുടെ കാര്യം കൂടെ പറഞ്ഞാൽ കാവേരി എങ്ങനെ എടുക്കുമെന്നും അറിയില്ല. അങ്ങനെ മൊത്തത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്ന നിവിൻ ഒരു ഫ്രണ്ടിനോടല്ലേ ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ വിനീതേട്ടനോട് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിനീതേട്ടൻ കേട്ടത് പകുതി കേൾക്കാത്ത പകുതി നിവിനെ കൊല്ലാനൊക്കെ പോകുന്നു. നീ അല്ലേടാ പറഞ്ഞത് കാവേരിയാണ് നിനക്ക് ഇഷ്ടമെന്ന്, എന്നിട്ട് എന്തിനാടാ രാഗിണിയായിട്ട് ഉള്ള വിവാഹ നിശ്ചയത്തിന് നീ നിന്ന് കൊടുത്തത്? രാഗിണി എന്തിനാ നിന്റെ ബൈക്കിൽ കയറിയിരുന്ന് നിന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. എടാ ഞാനൊന്ന് പറയട്ടെ, എനിക്ക് എൻ്റെ സമ്മതത്തോടെ നടക്കുന്നതല്ല ഇതൊന്നും എന്നൊക്കെ നിവിൻ ഇങ്ങനെ പറയാൻ വരുമ്പോൾ ഒരാവശ്യമില്ലാതെ അനാവശ്യ റിയാക്ഷനൊക്കെ ഇട്ടിട്ട് വിനീതേട്ടൻ ആകെ ബോറാക്കുകയാണ് സീൻ. നിവിനെ കൊല്ലാൻ പോകുന്നു, നിന്നെ ഞാൻ വിശ്വസിക്കും
വിശ്വസിക്കില്ല. കാവേരിയോട് മിണ്ടാനായിട്ട് നീ എന്നെ യൂസ് ചെയ്യായിരുന്നു, നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് നീ അതിനു വേണ്ടി യൂസ് ചെയ്യായിരുന്നു എന്നൊക്കെ വളച്ചൊടിച്ച് എങ്ങോട്ടൊക്കെയോ എത്തുന്നുണ്ട്. ഇൻഫാക്ട് വിനീതും നിവിനും ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വർഷങ്ങളായിട്ടുള്ളതാണ്. പക്ഷേ നിവിൻ കാവേരിയെ കണ്ടിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടേ ഉള്ളൂ. കാവേരി ഇവിടെ സ്ഥലത്തില്ലായിരുന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. കാവേരി വന്നതിന് ശേഷം ഇപ്പോഴാണ് നിവിൻ കാവേരിയെ കണ്ടുമുട്ടിയത്. പക്ഷെ വിനീത് അങ്ങനെയല്ല, ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് നേരത്തെ ഉള്ളതാണ്. അതൊന്നും ആലോചിക്കാതെ ഇപ്പോൾ വിനീതേട്ടൻ കാവേരിയോട് മിണ്ടാനായിട്ട് നീ എന്നെ യൂസ് ചെയ്യായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് നീ അതിനായിട്ട് യൂസ് ചെയ്യായിരുന്നു ഒക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു, കൊല്ലാൻ നോക്കുന്നു. അവസാനം നിവിനെ കടയിൽ നിന്ന് ആട്ടി ഇറക്കി വിടുന്നു. എന്തിന്, എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ അനാവശ്യ ഡ്രാമകളൊക്കെ ഒഴിവാക്കി, അനാവശ്യ ട്രാക്കുകളൊക്കെ ഒഴിവാക്കി മെയിൻ ട്രാക്കിലേക്ക് കഥ കൊണ്ടുവന്നാൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു അല്ലേ. ഇനിയിപ്പോൾ അധികം വൈകാതെ നരേൻ കഥയിലേക്ക് വരട്ടെ, നരേനും കാവേരിയുമായിട്ടുള്ള കഥ മുന്നോട്ട് പോകട്ടെ എന്ന് വിചാരിക്കുന്നു. എന്നാലേ നന്നായിട്ടുണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നീളമോള് ഹോസ്പിറ്റലിലായല്ലോ. നീളമോളുടെ ഹാർട്ടിന് അസുഖമാണ്, ജനിക്കുമ്പോഴേ ഉള്ള അസുഖമാണെന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു സർജറി ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇനി സർജറിക്കായിട്ടുള്ള പണം റെഡിയാക്കാനായിട്ടുള്ള നെട്ടോട്ടത്തിലായിരിക്കും കാവേരിയും വിനീതേട്ടനും എല്ലാവരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, നമ്മുടെ അച്ഛൻ സമ്പാദിച്ച പണം, നമുക്ക് അവകാശപ്പെട്ട പണം ധാരാളം ഉണ്ടല്ലോ ജയബാലൻ്റെ കയ്യിൽ, അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിയാൽ പോരെ എന്നൊക്കെ വിചാരിച്ച് കാവേരി ജയബാലനെ ടോർച്ചർ ചെയ്ത് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ജയബാലൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ഒപ്പിച്ചെടുക്കുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടിയ പണം നമ്മുടെ വിനീതേട്ടൻ്റെ വിവരക്കേട് കാരണം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ഉള്ള പണവും നഷ്ടപ്പെട്ടിട്ട് സർജറിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്താണ് പണം തന്ന് സഹായിക്കാനായിട്ട് നമ്മുടെ നരേൻ കഥയിലേക്ക് വരുന്നത്. അങ്ങനെ കാവേരിക്ക് പണം കൊടുത്ത് ഹെൽപ്പ് ചെയ്യുന്നു. അതിനായിട്ട് നരേൻ ഒരു കണ്ടീഷനും ഇടുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ വേറൊന്നുമല്ല, എന്നെ വിവാഹം കഴിക്കണം എന്നുള്ള കണ്ടീഷനാണ്. കാവേരി ശരിക്കും ഞെട്ടി പോകുന്നുണ്ട്. അതൊന്നും സമ്മതിക്കാൻ പറ്റില്ല, ഇതിനൊന്നും ഞാൻ നിന്ന് തരില്ല എന്നൊക്കെ കാവേരി പറയുന്നുണ്ടെങ്കിലും നരേൻ വിടുന്നില്ല കേട്ടോ. നരേൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ആരെങ്കിലും ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചേ പറ്റൂ എന്നൊരവസ്ഥയിൽ ആണ് നരേൻ ഇരിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥയിൽ ഇതുപോലെ കണ്ടീഷൻ ഇട്ട് ആരെങ്കിലും കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ട് വരികയാണെങ്കിൽ ശരിക്കുമുള്ള ഭാര്യ ആവില്ല, പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ നരേൻ ഒരു ഭാര്യ ഉള്ളതുപോലെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് കാവേരിയോട് ഒരു കോൺട്രാക്ട് മാരേജിന് നിർബന്ധിക്കുന്നത് നരേൻ. അപ്പോൾ കാവേരി സമ്മതിക്കുന്നില്ല. നരേൻ കുറേ നിർബന്ധിച്ച ശേഷം അവസാനം വേറെ വഴിയൊന്നും ഇല്ലാതെ തൻ്റെ ഫാമിലി രക്ഷിക്കാനായിട്ടാണ് കാവേരി ഈ ഒരു കോൺട്രാക്ട് മാരേജിന് തയ്യാറാവുന്നത്. അപ്പോൾ കുടുംബത്തിന് വേണ്ടി കാവേരി ഇത്രയും വലിയൊരു ത്യാഗം ചെയ്തത് കുടുംബത്തിലെ മറ്റാരും മനസ്സിലാക്കുന്നില്ല. അമ്മയും ഗംഗയും എല്ലാവരും കാവേരിയെ തെറ്റിദ്ധരിച്ച് കാവേരിയെ വെറുക്കുന്നു, മാറ്റി നിർത്തുന്നു. പക്ഷെ സത്യങ്ങളെല്ലാം അറിയാവുന്ന ഒരേ ഒരാൾ വിനീതേട്ടനാണ്. വിനീതേട്ടൻ മാത്രം കാവേരിയെ മനസ്സിലാക്കുന്നു. പിന്നീട് വിനീതേട്ടൻ എപ്പോഴോ ഈ കാര്യങ്ങളൊക്കെ നിവിനോട് പറയുന്നു. അങ്ങനെ കോൺട്രാക്ട് മാരേജ് ആണ്, അല്ലാതെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതല്ല എന്ന് നിവിൻ അറിയുമ്പോൾ നിവിന് വീണ്ടും കാവേരിയോട് ഇഷ്ടം തോന്നുന്നു. അങ്ങനെയൊക്കെ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനിടയ്ക്ക് അനാവശ്യ കാര്യങ്ങളൊക്കെ വലിച്ചിട്ട് ബോറടിപ്പിക്കാതെ നീട്ടിക്കൊണ്ട് പോകാതെ എത്രയും പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ കഥ കൊണ്ടുപോവുകയാണെങ്കിൽ, മെയിനായിട്ട് ഈ കാവേരിയെയും നരേനെയും ഫോക്കസ് ചെയ്ത് കഥ കൊണ്ടുപോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയട്ടോ. താങ്ക് യു, ബൈ.